കൊന്നിട്ട് നിൽക്കുന്ന ഒരാളോടാ തല്ലിയതിനെ കുറിച്ച് നീ ബഹളം വെക്കാൻ പോകുന്നേ. എന്താ ചേച്ചി പറഞ്ഞത്? ആര് കൊന്നു? ആരെ കൊന്നു പറയുന്നേ? ചേച്ചി എന്താ ഇത്? ചന്ദ്രത്ത് പോയിട്ട് എന്താ സംഭവിച്ചേ? ആരെ കൊന്ന കാര്യം ചേച്ചി പറയുന്നേ? ചേച്ചി എന്താ ഈ പറയാൻ മടിക്കുന്നേ? നന്ദേട്ടൻ നന്ദു ഒരാളെ കൊന്നു ശരി. ആരെ കൊന്നു? ഋഷിയെ. ഋഷിയെയോ? അരുന്ധതി മാഡത്തിന്റെ? സത്യമാണോ ചേച്ചി? എന്താ ഇത് ചേച്ചി? എന്താ ഇതൊക്കെ? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഒന്നും മറച്ചു വെക്കുന്നില്ല. ശരി, നീ എല്ലാം അറിയണം. ഋഷി നാട് വിട്ടു പോയതൊന്നുമല്ല. ഋഷിയെ ഞാൻ കൊന്നതാ. കൊന്ന മൃതദേഹം കുഴിച്ചു മൂടി. അമ്മയെ ആക്ഷേപിക്കുന്നതായിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ചോദിക്കാൻ ചെന്നതാ. കൊലയാളിയാ ഞാൻ. ഒരുത്തനെ കൊന്നു കുഴിച്ചു മൂടിയവനാ ഞാൻ. എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാ. അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ ആരും അനുഭവിക്കരുത്. പോവാം, പോലീസ് സ്റ്റേഷനിൽ പോവാം. നന്ദേട്ടൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കഥ പോലെയാ തോന്നുന്നേ. മോളെ, ഞാൻ ചന്ദ്രമതി എന്നോടൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ ഇപ്പൊ നിന്നോടും. നമ്മൾ ഇത്രയും പേരല്ലാതെ ഇതിപ്പോ മറ്റാരും അറിയരുത്. സത്യമാണെങ്കിൽ അടുത്തിനി എന്ത് ചെയ്യാന്നാ? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല ശരി. ചന്ദ്രത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചേച്ചി പേടിയാവാ. എന്തൊക്കെയാ കേക്കുന്നെ? മോളെ, ഇത് മറ്റാരോടും പറയരുത്. എന്തായാലും നിയമത്തെ അനുസരിച്ചേ പറ്റൂ. എന്ന് വെച്ചാ പോലീസിൽ അറിയിക്കാന്നോ? ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എത്ര കാലം മൂടി വെക്കാൻ പറ്റും?